നമസ്കാരം. നാഡീഞരമ്പുകളൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ ക്ഷയിച്ചു വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ശരിയായിട്ടുള്ള രക്തപ്രവാഹം നടക്കാത്തതിൻ്റെ ഭാഗമായിട്ട് കാലിലൊക്കെ തന്നെ തരിപ്പ്, മരവിപ്പ്, കൊച്ചിപ്പിടുത്തം തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നില്ലേ? ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ ഇതൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ നമുക്ക് ചില ആഹാരങ്ങൾ ഔഷധത്തെ പോലെ പ്രയോഗിക്കാനായിട്ട് പറ്റും. അതിൽ തന്നെ ചില ഔഷധ സസ്യങ്ങളുണ്ട്. ഇതെങ്ങനെ ഉപയോഗിക്കുന്നു, എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഗുണങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ടും ഈ പ്രശ്നങ്ങൾ അകറ്റാൻ ഇത് എങ്ങനെ ഉള്ളിലേക്ക് എടുക്കണം എന്നുള്ളത് അറിയാൻ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ ഡോക്ടർ സജിത തേജൻ. ഇതിൽ ഒന്നാമത്തേത് മുഞ്ഞയാണ്. മുഞ്ഞ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്നത് നമ്മുടെ ഇലയുടെയൊക്കെ തന്നെ പുറകിൽ വരുന്ന ഒരു പ്രാണിയെ അല്ലെങ്കിൽ ഒരു ജീവിയെ കുറിച്ചിട്ടാണ്. എന്നാൽ അതല്ല, ഇതൊരു ഔഷധ സസ്യമാണ്. ഈ മുഞ്ഞ തന്നെ മരമുഞ്ഞയും ആറ്റുമുഞ്ഞയും ഉണ്ട്. ഇതിൽ നമ്മൾ ഔഷധങ്ങൾ അല്ലെങ്കിൽ കഷായമായിട്ട് തയ്യാറാക്കി ഇത്തരം വാദസംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനും, അല്ലെങ്കിൽ നീർക്കെട്ട്, വേദന, മരവിപ്പ്, തരിപ്പ് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതി ഇതിൻ്റെ മരത്തിൻ്റെ തൊലി കഷ്ണമായിട്ട് കിട്ടും. അത് ചീവിയെടുത്ത് കിട്ടുന്ന ആ ഒരു 10-15 ഗ്രാമേ എടുക്കേണ്ടതുള്ളൂ. അത് നന്നായിട്ട് ഒരു 250 ml വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ട് കഷായം രൂപത്തിൽ കുടിക്കാനായിട്ട് എടുക്കാറുണ്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാര മാർഗമാണ് എന്ന് വേണ്ട, നിങ്ങൾക്ക് നാഡികളെയൊക്കെ തന്നെ ഒന്ന് ബലപ്പെടുത്താനും കൂടെ സഹായിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ ആറ്റുമുഞ്ഞയായാലും അതിൻ്റെ ഇലയാണ് ഉപയോഗിക്കുന്നത്. മുഞ്ഞ എന്ന് കേൾക്കുമ്പോൾ വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൻ്റെ ഇലയാണ് എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാറ്. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അറിയാലോ, ഓടി നടക്കുന്നത് കൊണ്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം, കഫക്കെട്ട് പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് കുളിപ്പിക്കുമ്പോൾ ഈ ഒരു ഇല ഒരു പിടിയിട്ട് തിളപ്പിച്ചാൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന് മാത്രമല്ല, വളരെ നല്ലതാണ്. ഇനി ഇത് മുതിർന്നവർക്കാണെങ്കിലും വളരെയധികം അസഹ്യമായിട്ടുള്ള വേദനയൊക്കെ അനുഭവിക്കുന്നവരില്ലേ, അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് കരിനെച്ചിയുടെ ഇല, വാദം കൊല്ലിയുടെ ഇല, മുഞ്ഞയില, ഈ 3 ഇലകളും കൂടെ ഒരു പിടി വീതം എടുത്തിട്ട് നന്നായി തിളപ്പിച്ച് ആ വെള്ളം കൊണ്ട് കുളിക്കാനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ശരീരത്തിലെ വേദനയും നീർക്കെട്ടും ഒക്കെ മാറും എന്ന് മാത്രമല്ല, അതിന് കൂടെ നമുക്ക് നല്ലൊരു ആരോഗ്യം, ഒരു ബലം കിട്ടാൻ, ശരീരത്തിനും നാഡീഞരമ്പുകൾക്കൊക്കെ തന്നെ ഒരു ബലം കിട്ടാനും കൂടെ അത് സഹായിക്കുന്നുണ്ട്. മേൽവേദന, ചതവ്, വീഴ്ച, നീര് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ ഈ മുഞ്ഞയുടെ ഇലയിട്ട് ചതച്ച വെള്ളം തന്നെ ധാരാളം. ബാക്കിയുള്ളത് കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലത് ഈ 3 ഇലകളും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് വെള്ളം തയ്യാറാക്കാം. കേട്ടിട്ടില്ലേ വേദഗുളി എന്നുള്ളത്? പ്രസവശേഷമുള്ള സ്ത്രീകൾക്ക് ഈ വേദഗുളി വളരെ ഗുണകരമാണ്. അതും തന്നെ ആയാസകരമായിട്ടുള്ള ഈ ഒരു പ്രസവത്തിന് ശേഷം ഇങ്ങനെയൊരു വേദഗുളിയിൽ ഈ ഒരു കാര്യം കൂടെ ഉപയോഗിച്ചാൽ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന നീർക്കെട്ടും വേദനയും ഒക്കെ മാറ്റാനും അത്തരം മസിൽസിനൊക്കെ തന്നെ ഒരു അയവ് കിട്ടാനും മൊത്തത്തിൽ ബോഡിയെ ഒന്ന് സുഖപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. അഗ്നിമന്ത എന്ന ആയുർവേദത്തിൽ അറിയുന്ന ഇതിൻ്റെ ഇലയും വെറും വാതരോഗങ്ങൾ മാത്രമല്ല, സന്ധി വാദം തുടങ്ങിയുള്ളത്, നാഡീ സംബന്ധമായ വേദനകൾ, ന്യൂറാൾജിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തലവേദന ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. രോഗപ്രതിരോധത്തിന് ഇതിൻ്റെ ശരീരത്തിലെ നീര് കുറയ്ക്കാനും ദഹനക്കേട് മാറ്റാനും ഒക്കെ ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ കഷായം വെച്ച് കഴിക്കുന്നതുകൊണ്ടൊക്കെ വളരെ നല്ലതാണ്. അടുത്തത് വാദം, ആമവാദം, ഖബരോഗങ്ങൾ, നാഡീശൂലം, അതുപോലെ പാണ്ടുള്ള സമയങ്ങളിൽ, അഗ്നിമാന്ദ്യത്തിൽ, അങ്ങനെയുള്ള അവസ്ഥകളിലും പനി കുറയ്ക്കാനൊക്കെ നല്ലതാണ്. വേരും ഇലയും മൊത്തത്തിൽ സമൂലമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ മുഞ്ഞയുടെ ഇലയിട്ട് വെന്ത കഷായത്തിൽ അർശസ് ഉള്ള രോഗികളെ ദിവസവും കുറച്ച് സമയം ഇരുത്തിയാൽ ഈ അർശസിന് നല്ല ശമനം ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ പ്രമേഹ രോഗത്തിന് ഇതിൻ്റെ ഒരു വേര് വിധിപ്രകാരം കഷായം വെച്ച് കൊടുക്കുക വളരെ പതിവായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ മുഞ്ഞയുടെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീരെടുത്ത് ദിവസം കുടിച്ചാൽ അതിസ്ഥൗല്യം അല്ലെങ്കിൽ അമിത വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ നല്ലതാണ്. ദശമൂല അരിഷ്ടം, ധാന്വന്തരം കഷായം, ചുവനപ്രാവശ്യം, അഗസ്ത്യ രസായനം, സുകുമാരഘൃതം ഇവയിലൊക്കെ ഈ ദ്രവ്യം ഒരു ചേരുവയായിട്ടും പറയുന്നുണ്ട്. രണ്ടാമത്തെ ഔഷധം എന്ന് പറയുന്നത് ജടാമാഞ്ചിയാണ്. കേട്ടിട്ടില്ലേ? ജടാമാഞ്ചിയുടെ എണ്ണയൊക്കെ കാച്ചി തേച്ച് കഴിഞ്ഞാൽ മുടി പനങ്കുല പോലെ ഉണ്ടാവും എന്നുള്ള
എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. എന്നാൽ ഇത് മുടിക്ക് മാത്രം ഉപകാരപ്പെട്ട ഒന്നല്ല കേട്ടോ. ഇതുപോലെയുള്ള നാഡീഞരമ്പുകളെ ശക്തിപ്പെടുക്കാൻ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിനൊക്കെ തന്നെ വളരെ ഉത്തമമായിട്ടുള്ളതാണ്. ആയുർവേദത്തിൽ തപസ്വിനി എന്നറിയപ്പെടുന്ന ജടാമാൻസി ശരിക്കും വംശനാശ ഭീഷണിയൊക്കെ നേരിടുന്ന ഒരു സസ്യം കൂടിയാണ്. ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇതൊരു ബ്രെയിൻ ടോണിക് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. തലച്ചോറിന് ഉന്മേഷം നൽകാനും ഉറക്കമില്ലായ്മ, ഉത്കണ്ഠ ഇവയൊക്കെ നിയന്ത്രിക്കാനും ചർമ്മത്തിലെ ചുളിവുകളൊക്കെ അകറ്റാൻ വളരെ നല്ലതാണ്. ഇതിന്റെ ഉപയോഗത്തിൽ ജടാമാഞ്ചി ചെടിയുടെ വേരുകൾ പൊടിച്ച് പേസ്റ്റായി തലയോട്ടിയിൽ നേരിട്ട് പുരട്ടുന്നൊക്കെ മുടി വളർച്ചയെ സഹായിക്കുന്നുണ്ട്. ഇതുപോലെ കുറച്ച് ഗുണങ്ങളും കൂടെ ഞാൻ പറയാം. ഇത് നമ്മുടെ ഇത്തരം നെറുക്കെട്ടിനും പ്രശ്നത്തിനും മാത്രമല്ല, ഇതുപോലുള്ള ഗുണങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ടാണ്. ചെടിയുടെ റൈസോമിൽ നിന്നൊക്കെ നിർമ്മിക്കുന്ന ഓയിൽ മുടി കൊഴിച്ചിലിനും കഷണ്ടിക്ക് വരെ ഫലപ്രദമാണെന്നും പറയുന്നുണ്ട്. മുടിയുടെ കറുത്ത ആ ഒരു നിറം കൂട്ടാനും ഹെയർ ഡൈ ആയിട്ടൊക്കെ ഇതിനെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ജടാമാംസി ചൂർണം ഈ കാരിയർ ഓയിലിൽ ചേർത്ത് ഉപയോഗിച്ചാലും മുടിയിലെ ഈർപ്പം കൂടെ നിലനിർത്താൻ വളരെ നല്ലതാണ്. പിന്നെ റൈസോമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ടോണിക് കഷണ്ടിക്കും ക്യാൻസറിലെ കീമോതെറാപ്പിക്ക് ശേഷമുള്ള മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ്. അതുപോലെ ആന്റി ഓക്സിഡൻസ്, ആന്റി ഫംഗൽ സ്വഭാവമുള്ളതുകൊണ്ട് തലയോട്ടിയെ ബാധിക്കുന്ന അണുബാധയൊക്കെ തടയാനും നല്ലതാണ്. ഇനി ഇത് മുതിർന്നവർ ജടാമാംസി ചൂർണം 1 മുതൽ 3 ഗ്രാം വീതം രണ്ട് തവണയൊക്കെ കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 2 മുതൽ 5 തുള്ളി ഈ ജടാമാഞ്ചിയുടെ എണ്ണയുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ 1 മുതൽ 3 ഗ്രാം ചൂർണം വെള്ളത്തിലോ നെയ്യിലോ തേനിലോ ഒക്കെ ചേർത്ത് കഴിക്കാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ജടാമാംസി ത്രിദോഷഗ്നി, മനശമനി, നിദ്രല എന്ന് പറയുന്നുണ്ട്. അതായത് നല്ല ഉറക്കം വരുത്താനൊക്കെ നല്ലതാണ്. ഇതിനെ എണ്ണ തേച്ച് കുളിക്കുന്നതായാലും ഇത് ഉള്ളിലേക്ക് എടുക്കുന്നതായാലും ഒക്കെ തന്നെ ഇതിന് നല്ല ചൂർണമൊക്കെ തന്നെ ആയുർവേദ ഷോപ്പിൽ ലീഡിങ് ബ്രാൻഡുകളിൽ നോക്കിയിട്ട് വാങ്ങിക്കാവുന്നതാണ്. മനസ്സിനെയും നാഡീവ്യവസ്ഥയും ഒക്കെ തന്നെ ശാന്തമാക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. വളരെ കുറഞ്ഞ ഒരു പിഞ്ച് മാത്രമേ എടുക്കേണ്ടതുള്ളൂ. ഇത് ഉപയോഗിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് ചൂടുവെള്ളത്തിൽ കലർത്തിയിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ തിളപ്പിച്ച പാലിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. നീര്, വേദന, വ്രണം എന്നിവയിലൊക്കെ ജടാമാഞ്ചിയുടെ വേര് അരച്ച് പൂച്ചിടുന്നത് അസുഖം നന്നേ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ ഈ സന്നിപാത ജ്വരം പോലെ മറ്റ് ജ്വര ഔഷധങ്ങളുടെ കൂടെയൊക്കെ ജടാമാഞ്ചി ചേർത്ത് കഷായം വെച്ച് കൊടുത്താൽ ഉറക്കമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശരീരത്തിന് നല്ല താപം അല്ലെങ്കിൽ ചുട്ടുപുകച്ചിലൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ ശമനം ഉണ്ടാവും. അധികമായ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ജടാമാഞ്ചി, മുരിങ്ങയില സമം എടുത്തിട്ട് 25 ഗ്രാം 200 മില്ലി വെള്ളത്തിൽ കഷായം വെച്ച് 50 മില്ലി ആക്കി വറ്റിച്ചിട്ട് രാവിലെയും വൈകിട്ടും എന്ന കണക്കിൽ തുടരെ ഉപയോഗിച്ചാൽ അസുഖത്തിന് വളരെ ആശ്വാസം കാണാറുണ്ട്. പിന്നെ ജടാമയാദി ലേപം, ജടാമാംസിയൊക്കെ, രക്തപിത്ത ഹരഗജ കഷായം ഇത്തരം ഔഷധങ്ങളിലേക്ക് ഒരു ചേരുവ ദ്രവ്യം കൂടിയാണ് ജടാമാഞ്ചി. നല്ല ഉറക്കം വരുത്താനും നെർവിനെ നന്നായിട്ട് റിലാക്സ് ആക്കാനും ഒരു മെൻ്റൽ ഹാപ്പിനെസ് തരാനും ഒക്കെ തന്നെ ഇത്തരം സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടെയാണ്. ഇനി മൂന്നാമത്തേത് ഏതാണെന്ന് അറിയണ്ടേ? കപ്പി കച്ചു. ആ പേര് കേട്ടപ്പോൾ അത്ര പരിചയം തോന്നുന്നില്ലായിരിക്കും. എന്നാൽ നായ്ക്കുരണ എന്ന് കേട്ടിട്ടില്ലേ? അത് പലപ്പോഴും നമ്മൾ ഇതിനെ മാറ്റി നിർത്താറ് അതിൻ്റെ ചൊറിയുന്ന ഒരു സ്വഭാവം കൊണ്ടാണ്. ഇതിനെ പ്രോസസ്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ അധികവും കേട്ടിട്ടുള്ളത് വാചീകരണ ഔഷധം അല്ലെങ്കിൽ ലൈംഗിക ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ഒരു ഔഷധമായിട്ടാണ്. ഇത് ലോകമെമ്പാടും ഒരുപാട് പേര് ഈ ഒരു ഗുണം കൊണ്ട് തന്നെ ഒത്തിരി പേര് ഉപയോഗിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ പുരുഷന്മാർക്കിടയിൽ ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു ഔഷധമായിരിക്കും കപ്പിക്കച്ചു അല്ലെങ്കിൽ നായ്ക്കുരണ എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ പണ്ട് കാലം മുതൽ തന്നെ കണ്ടുവരുന്ന ചെടിയാണെങ്കിലും പയറുവർഗ്ഗത്തിൽപ്പെട്ട ഈ ചെടിയുടെ വിത്ത് ശരീരത്തിൽ അസഹനീയമായ ചൊറിച്ചിലുണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ വളരെ ഭയത്തോടെ നോക്കി കാണുന്ന ഒന്നുകൂടെയാണ്. അതുകൊണ്ട് തന്നെ വേലികളിലും പറമ്പുകളിലൊക്കെ പടർന്നു വളരുന്ന ഒരു വള്ളിച്ചെടിയായിട്ടാണ് കാണാറുള്ളത്. വിപണിയിൽ വളരെയധികം ഡിമാൻഡുള്ള ഒന്നും കൂടെയാണ്. അത് പ്രത്യേക കാരണം ഇത് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതിന് പുറമെ നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനും രക്തചംക്രമണ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഒരു അപാരമായ കഴിവ് ഇതിനുണ്ട്. തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ആക്റ്റീവ് ആക്കുകയും അതുപോലെ രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ശാരീരിക ക്ഷമതയ്ക്കും ഉന്മേഷത്വം ഒക്കെ വർദ്ധിപ്പിക്കാൻ ഒരു കാരണമാകുന്നുണ്ട്. അതുപോലെ പക്ഷാഘാതം പോലുള്ള രോഗങ്ങളെ തടഞ്ഞു നിർത്താനും വിഷാദ രോഗങ്ങൾക്ക് അടിമപ്പെടാതിരിക്കാനും ഒക്കെ ഈ നായ്ക്കുരണ പരിപ്പ് വളരെ അത്യുത്തമമാണ്. ഇൻസുലിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് കൊണ്ട് പ്രമേഹ രോഗികൾക്കും പാർക്കിൻസൺസ്, നാഡീ തളർച്ച, പേശി തളർച്ച തുടങ്ങിയ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾക്ക് ഉത്തമ പ്രതിവിധി കൂടിയാണിത്. നായ്ക്കുരണയുടെ വേരും വിത്തും കഷായം വെച്ച് 30 മില്ലി വീതം ദിവസവും 2 നേരം എന്ന കണക്കിലോ അല്ലെങ്കിൽ ഇത് ഉണക്കി പൊടിച്ച് ചൂർണമാക്കി 3 ഗ്രാം വീതം രാവിലെയും രാത്രിയിലുമോ ഉപയോഗിച്ചാൽ വാതരോഗങ്ങൾ ശമിക്കും. അതുപോലെ ധാതുപുഷ്ടി ഉണ്ടാകും. ലൈംഗിക ശക്തി വർദ്ധിക്കാനും
വേരും വിത്തും യഥാവധി നെയ്യ് കാച്ചി സേവിക്കുന്നതും നല്ലതാണ്. ഇനി നായ്ക്കുരണയുടെ വേരും ഞെരിഞ്ഞിലും സമം അളവിലെടുത്തിട്ട് കഷായം വെച്ച് കുടിച്ചാൽ വൃക്ക രോഗങ്ങൾ ശമിപ്പിക്കാനും നല്ലതാണ്. ഈ കച്ചു ബല്യം വൃഷ്യം വാദനാശനം എന്നുള്ളതാണ്. അത് ശരീരത്തിന് ബലം നൽകാനും വൃഷ്യമായിട്ടുള്ളത് ആണ്. അതിന് പുറമെ ഇത് വാദദോഷത്തെ ശമിപ്പിക്കുന്നു. ഇത്തരം വാദദോഷങ്ങളിൽ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ നായ്ക്കുരണ പരിപ്പിൻ്റെ ഉപയോഗം. അപ്പോൾ അത് ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ ഉപയോഗിക്കാം, പറഞ്ഞതുപോലെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പം മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ഒരു മടിയും കാണിക്കരുതേ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.